എനിക്ക് ഇവിടെ കുറെ ആൾക്കാരുണ്ട്, എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പേഴ്സണലി ഞാൻ പറഞ്ഞു അതിന്റെ ഒരു ആണെന്ന് വിളിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഒരു ആണ് അത്രേ ഉള്ളൂ. അങ്ങോട്ട് നിന്നെ തൊന്തയ്ക്ക് വിളിച്ചു, അത്രയല്ലേ ഉള്ളൂ. നീ എങ്ങനെ വേണമെന്ന് വിളിച്ചു, അങ്ങോട്ട് നിന്നെ ഉണ്ടാക്കിയ തൊന്തയ്ക്ക് വിളിച്ചു. നിന്നെ പോലും അല്ല അങ്ങനെ കുറ്റം പറയുന്നത്. നിനക്ക് മുമ്പ് ഒരു മഹാപാപം ചെയ്തു വിട്ടുള്ള ഒരാളെയാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലാക്കുന്നേ, നിന്നെ അങ്ങനെ ഒന്നും പറയുന്നില്ല. വിളിച്ചു അതിന് അവനങ്ങ് കയറി കൊണച്ചു. നീ ഞാൻ ആരാണെന്ന് അറിയുന്നു, എനിക്ക് എത്ര ഫാൻസ് പേജ് ഉണ്ടെന്ന് അറിയോ, മൈര അറിയാന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂറിയ മോനെ അവനോടൊന്നല്ലേ പറഞ്ഞ, അപ്പൊ അങ്ങനെ പറയണ്ടേ? നിനക്ക് അറിയോന്ന് ചോദിക്കണ്ടേ? നിനക്ക് അവനോടൊന്നല്ലേടേ നീ മര്യാദ കുറച്ച് നേരം മുമ്പ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചോദിക്കണ്ടേ? ആരാണെന്ന് അറിയാമോ, ആരാണെന്ന് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ അതിന്റെ പോയിന്റ്. നിനക്ക് അവനോടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവനെ മനസ്സിലാക്കി തന്നു ഇങ്ങനെ ആരാണെന്ന്. നീ അവന് കാണുമോ തരാരും. പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ആദ്യം ഒരു വീഡിയോ നമുക്കൊരു ഫ്രണ്ട് അയച്ചു തന്ന വീഡിയോ, അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ റിയേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ അവൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും അത്. അതിൽ ഞങ്ങളുടെ ടീം മൊത്തം ഉണ്ട്, മീഡിയ മൊത്തം ഉണ്ട്. അതിനെ കുറിച്ച് അവൻ എന്തോ പറയുന്നുണ്ട്, എന്താ സ്ട്രീമിങ് ഇപ്പൊ എല്ലാവരും സ്ട്രീമിങ് ആയി 4-5 പെണ്ണുങ്ങളെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ. അതിന് ഞങ്ങൾ റിയേറ്റ് ചെയ്തത്. അപ്പൊ അതിൽ അറിയാതെ ഞാൻ ഇങ്ങനെ പറയണം എന്ത് വേണം എന്ന് പറഞ്ഞ സംഭവം അറിയാതെ എന്റെ വായിൽ വന്നു പോയതോ. ഓക്കെ, അറിയാതെ ഞാൻ അപ്പത്തിരിക്കണ എന്റെ കഷത്തിനിടെ ചെന്നിട്ട് വാനം വാനം ഇങ്ങനെ പറഞ്ഞു. അറിയാതെ ഞാൻ അറിയാതെ പയ്യാണ് പറഞ്ഞോട്ടാ. വാനം ഇങ്ങനെയാണ് പറഞ്ഞേ കേട്ടാ, ഇങ്ങനെയാണ് പറഞ്ഞ. അല്ല, ഒരു കാര്യം പറയുന്നത്, ഈകള് മാത്രമാണോ എന്തൊക്കെ വിളിച്ച? അല്ല, ഈകള് മാത്രമല്ല ഇവനെ പള്ളി വിളിച്ചിട്ട് പോണത്. ഈകള് മാത്രമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം ഇവനെ ആരൊക്കെ പള്ളി വിളിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. വഴിയെ പോണ പെണ്ണുങ്ങൾ അവനെ പള്ളി വിളിക്കുക. എൻ്റെ തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ കാണും. എന്നെ തേച്ചിട്ട് സുഖമായി നടക്കല്ലേ? ഹലോ ഫോണില്